ഹലോ, നമസ്കാരമുണ്ട്. അപ്പോൾ എ ടു സെഡ് ബഫൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ പെരുമ്പലാവ് ചന്തത്തി ആഴ്ചത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ്. കന്നുകളൊക്കെ വന്നുറങ്ങണല്ലോ, നേരം വെളുത്ത് കന്നുകളൊക്കെ വന്നുറങ്ങണല്ലോ. അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഈ ഭാഗത്തൊക്കെ വലിയ കന്നുകളാണ് ഉണ്ടാവും, ഒരു 60,000-70,000 മെയിൻ വില പറയണ കന്നുകളാണ് ആ ഭാഗത്തൊക്കെ നിൽക്കുന്നത്. നല്ല നല്ല അടിപൊളി പോത്തുകളൊക്കെ വന്നിട്ടുണ്ട്. ഇത് കട്ടിങ്ങിനൊക്കെ പോണതാണ്. വളർത്താനുള്ള ക്വാളിറ്റിയുള്ള പോത്തുകളും ഉണ്ട് ഇതിൽ. കൂടുതലും കട്ടിങ്ങിനും കാര്യങ്ങളൊക്കെ പോണ പോത്തുകളാണ്. അതൊക്കെ ഒരു വലിയ ഫ്രെയിമാണ്, നല്ല ചടവയുള്ളതാണ്. നല്ല രീതിക്ക് വളർത്തി കഴിഞ്ഞാൽ മീറ്റ് കയറും. അതൊക്കെ നല്ല പോത്തുകുട്ടികളൊക്കെ ഇന്ന് ചന്തയിൽ വന്നിട്ടുണ്ടായിട്ടാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ക്വാളിറ്റിയുള്ള ഫാമിലൊക്കെ കിട്ടണ അതേ ക്വാളിറ്റിയുള്ള പോത്തുകുട്ടികളൊക്കെ ധാരാളം വന്നിട്ടുണ്ടായിരുന്നു. വിലയുണ്ട്, അത്യാവശ്യത്തിന് വിലയൊക്കെ ഉണ്ട്. അത് പറയാൻ കാരണം നമ്മൾ വില കുറവുള്ള സമയത്തൊക്കെ വില കുറവാണെന്ന് തന്നെ പറയാറുണ്ട്. ഇപ്പോൾ ഒത്തിരി വില കൂടി നിൽക്കുന്ന സമയമാണ്. ചന്തയിൽ നല്ല നല്ല കുട്ടികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ നല്ല വളർത്താൻ പറ്റിയ കുട്ടികൾ തന്നെയാണ്. നാടന്മാരും ക്രോസൊക്കെയാണ്. പക്ഷേ അത്യാവശ്യം നല്ല രീതിക്ക് മീറ്റും നല്ല ഒരു 1.5 കൊല്ലം നിർത്തി കഴിഞ്ഞ് നല്ല രീതിക്ക് മാറ്റം വരും. പോത്തൊക്കെ 2 കുട്ടികളും അതുപോലത്തെ കുട്ടികളൊക്കെ ഇഷ്ടംമാതിരി വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഒത്തിരി വലിയ വലിയ പോത്തുകളാണ്. നേരത്തെ പറഞ്ഞ 60 രൂപയ്ക്ക് മേലേക്കൊക്കെ വില പറയണ പോത്തുകളാണ് ഈ കൂട്ടത്തിൽ നിൽക്കുന്നത്. ഇത് കട്ടിങ്ങിനൊക്കെ പോകുന്നത്, ഈ പോത്തൊക്കെ കട്ടിങ്ങിന് പോണതാണ്. ഈ ഭാഗത്തൊക്കെ ആ വലിയ ഫ്രെയിമുകളാണ് നിൽക്കുന്നത്. ഇതൊക്കെ നല്ല ക്വാളിറ്റിയുള്ള പോത്തുകളൊക്കെ ഉണ്ട്. ഇതിൽ വളർത്താൻ പറ്റിയ വലിയ പോത്തുകളൊക്കെ ഉണ്ട്. ഈ ഭാഗത്തൊക്കെ അങ്ങനത്തെ പോത്തുകളാണ്. അതുപോലെ തന്നെ നല്ല നല്ല കുട്ടികളൊക്കെ ഇന്ന് വന്നിട്ടുണ്ട് ചന്തയിൽ, വളർത്താൻ പറ്റിയ നല്ല കുട്ടികൾ. ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഈ ഭാഗത്തൊക്കെ വലിയ പോത്തുകളുണ്ട്. അതൊക്കെ ഒരു 40 രൂപ 45 രൂപ ആ മേനി പറയണ കുട്ടികളാണ്. അതായത് ഈ പോത്തൊക്കെ നല്ലൊരു പോത്താണ്, വളർത്താൻ പറ്റിയ. സെക്ഷനിൽ മൊത്തം അങ്ങനത്തെ വലിയ വലിയ പോത്തുകളാണ് ഉണ്ടാ. 50, 60, 70 ഒക്കെ പറയണ വലിയ പോത്തുകളാണ് അതൊക്കെ. വീഡിയോയിൽ എത്രത്തോളം വലിപ്പം കാണുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷേ അത്യാവശ്യം വലിപ്പം ഉണ്ട് അതൊക്കെ. ഇതൊക്കെ അതിനുള്ള കൂടി കുറച്ച് ചെറിയ കുട്ടികൾ. ഇതൊക്കെ വലിയൊരു പോത്തുകളാണ്. ഈ ചന്തയിൽ വന്നുകൊണ്ടിരിക്കാനുള്ള കന്നുകളൊക്കെ നേരം വെളുത്ത് വരണുള്ളൂ. ഇതൊക്കെ ഹരിയാന കന്നുകളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നതൊക്കെ. ഹരിയാന, ആന്ധ്രയിൽ നിന്നൊക്കെ വരുന്ന കന്നുകൾ. അത്യാവശ്യം വലിപ്പമുള്ള പോത്തുകളാണ്, മീറ്റിൻ്റെ ആവശ്യത്തിനൊക്കെ പോണതാണ്. അതായത് വലിയൊരു നല്ലൊരു ഫ്രെയിമാണ്. അത്യാവശ്യം പ്രായമൊക്കെ ഉണ്ട്, പക്ഷെ നല്ലൊരു വലിയൊരു പോത്ത്. നല്ല രീതിക്ക് കൈത്തീറ്റി കൊടുത്തു കഴിഞ്ഞാൽ കയറിപ്പോരും. അതൊക്കെ അത്യാവശ്യം നല്ലൊരു വലിയൊരു ഫ്രെയിമാണ്. 85 രൂപ മേനിയാണ് അതിന് പറഞ്ഞത്. 85,000 മേനിയാണ് അതിന് പറഞ്ഞത്. അതുപോലെ നല്ല നല്ല പോത്തുകളൊക്കെ വലിയ വലിയ പോത്തുകളൊക്കെ ഉണ്ട് ചന്തയിൽ. ധാരാളം കന്നുകൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കട്ടിങ്ങിനും വേറെ വളർത്തു കുട്ടികളൊക്കെ, പശുക്കളൊക്കെ ഇഷ്ടംമാതിരി വന്നിട്ടുണ്ടായിരുന്നു. നല്ല കറവ പൈക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ദൈവം അതൊക്കെ നല്ല നല്ല വലിയ ഫ്രെയിമുകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി കുട്ടികൾ. 38, 40, 35 പറയണ പോത്ത് കുട്ടികളൊക്കെയാണ് ആ നിൽക്കണതിൽ. ഈ ഭാഗത്തൊക്കെ കുറച്ച് ഇറച്ചിയൊക്കെ പോണ ടൈപ്പ് പോത്തുകുട്ടികളൊക്കെ ഉണ്ട്. നല്ല മീറ്റൊക്കെ കയറിയ പോത്തുകുട്ടികൾ. ഇവിടെ കുറച്ച് വലിയ ഫ്രെയിമുകളൊക്കെ നിൽക്കുന്നുണ്ട്. ഉടച്ച പോത്തുകളൊക്കെ ഉണ്ട്. ഈ കൂട്ടത്തിലൊക്കെ സെൻറ്ററിലത്തെ പോത്തൊക്കെ ഉടച്ച പോത്തുണ്ടോ. പെരുന്നാളിൻ്റെ ആവശ്യങ്ങൾക്കൊന്നും പറ്റില്ല, പക്ഷേ അത് നോക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ മീറ്റ് കയറും. അതൊക്കെ ഇറച്ചി വലിക്ക് കൊടുത്താലും അത് മുതലാവും. കാരണം അത്ര നല്ല ഒരു ഫ്രെയിമാണ്, വലിയൊരു ഫ്രെയിം. ഈ പോത്തല്ല ഇതിൻ്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്നത്. ഇതും കുഴപ്പമൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ പെരുന്നാളിൽ ലക്ഷ്യമിട്ട് പെരുന്നാൾ കച്ചവടമാണെങ്കിൽ വരി ഉടയ്ക്കാത്ത പോത്തുകളൊക്കെയാണ് സാധാരണ മേടിച്ച് വളർത്തുക. പെരുന്നാൾക്കൊക്കെ അങ്ങനത്തെ പോത്തുകൾ പോവുള്ളൂ. ഈ ഭാഗത്തൊക്കെ വലിയ വലിയ പോത്തുകൾ നിൽക്കുന്നുണ്ട്, ഫ്രെയിമുകൾ. അത്യാവശ്യം വിലയുണ്ട്. ഒരു 80 രൂപ 90 രൂപയൊക്കെ മെയിൻ വില പറയുന്ന പോത്തുകളൊക്കെ നിൽക്കുന്നുണ്ട്. ഇതിൽ വലിയ പോത്തുകളാണ് കേട്ടോ. അതൊക്കെ നല്ല അത്യാവശ്യം നല്ല ഹൈറ്റ് നീളമൊക്കെയുള്ള
വലിയ പോത്തുകൾ. അപ്പോൾ ടോപ്പിലൊക്കെ പോത്തുകളും കന്നുകളൊക്കെ വന്നെന്ന് അറിയണമല്ലോ. നേരം വെളുത്ത് കന്നുകളൊക്കെ വന്നുകൊണ്ടിരിക്കണമല്ലോ. ഇത് ഈ അടിയത്തെ സെക്ഷനിൽ മൊത്തം കാണുന്നത് മീറ്റിൻ്റെ ആവശ്യത്തിനൊക്കെ പോണ എരുമകളൊക്കെയാണ് കേട്ടോ. എരുമകളാണ് മെയിനായിട്ട് കാണുന്നത്. ഈ തഴുത്ത് മൊത്തം നല്ല പ്രായമുള്ള എരുമകളൊക്കെയാണ്. കട്ടിങ്ങിന് മാത്രമേ പോവുള്ളൂ. അതിൽ എരുമ കുട്ടികളൊക്കെ 1-2 കാണാനുണ്ട്, നല്ല കുട്ടികൾ. പക്ഷെ അതൊക്കെ ചെന പിടിക്കാണ്ടൊക്കെ ഇങ്ങനെ വരണതാണെന്ന് തോന്നുന്നു. കാരണം അല്ലെങ്കിൽ ഒന്നും ഇങ്ങനെ വന്നിട്ട് ഇറച്ചിക്ക് കൊടുക്കൊന്നുമില്ല. നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളൊക്കെ ഉണ്ട് 1-2. താഴത്തൊക്കെ അത്യാവശ്യം കന്നുകളൊക്കെ ഒന്ന് നിറഞ്ഞിട്ടുണ്ട്. കാളകളും പശുക്കളൊക്കെ ഒന്ന് നിറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കന്ന് മേടിക്കാനും ആൾക്കാർ കണ്ടമാനുണ്ടായിരുന്നു ഇന്ന്. ആ താഴത്തെ അറ്റത്ത് കാണുന്നതൊക്കെ പശുക്കളുടെ കറവ പശുക്കളും അതുപോലെ തന്നെ മീറ്റിൻ്റെ ആവശ്യത്തിന് വേണ പശുക്കളൊക്കെ നിൽക്കുന്നുണ്ട് താഴത്ത്. അതൊക്കെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ കണ്ട ഫ്രെയിം നല്ലൊരു പോത്താണ്. നല്ലൊരു അത്യാവശ്യം സ്ട്രക്ചറും നീളം ഹൈറ്റൊക്കെ ഉള്ള ഒരു പോത്താണ്. ഇതൊരു മൂരിക്കുട്ടീനെ മേടിച്ച് കെട്ടിക്കുന്ന കേട്ടോ. അത് കൊണ്ടുപോകാൻ വേണ്ടി കെട്ടിക്കുന്നതാണ്. ഈ ഭാഗത്തൊക്കെ നീലി രവി, ജാഫ്രബാദി ക്രോസൊക്കെയാണ്. ഇതൊക്കെ ഹരിയാന, ആന്ധ്ര, കർണാടക അവിടെ നിന്നൊക്കെ വരുന്ന വലിയ പോത്തുകളുണ്ട്. അതൊക്കെ ഈ സെക്ഷനിലൊക്കെ ഇത് ഏറ്റവും ടോപ്പിലാണ്. ഇഷ്ടംമാതിരി പോത്തുകളുണ്ട്, വലിയ വലിയ പോത്തുകൾ. 1 ലക്ഷം രൂപയ്ക്ക് മേലേക്ക് വില പറയുന്ന പോത്തുകളുണ്ട്. അതൊക്കെ 1.25, 1.30 പറയുന്ന പോത്തുകളാണ്. ഈ വിലയ്ക്കൊക്കെ ഇപ്പോൾ പോകുന്നൊന്നും അറിയില്ല. പക്ഷേ എന്നാലും അവർ പറയണ വില അത്രയാണ്. ഈ ഭാഗത്തൊക്കെ കുറച്ച് മുരിക്കുട്ടികളും നാടൻ പശുക്കളൊക്കെ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ മീറ്റിന് കട്ടിങ്ങിനൊക്കെ പോണതാണ്. നല്ല മൂരികളൊക്കെ വന്നിട്ടുണ്ട്, നല്ല അടിപൊളി കൂറ്റന്മാർ. ഇത് ചടവാണ് പക്ഷേ നല്ല നല്ല മൂരികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ചന്തയിൽ. അടിപൊളി HFൻ്റെ ജേഴ്സിയും പിന്നെ അതുപോലെ കാങ്കേയത്തിൻ്റെ ഒക്കെ മൂരികൾ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഭാഗത്ത് കുറച്ച് പോത്തുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ ഭാഗത്ത് കുറേ എരുമകളൊക്കെ നിൽക്കുന്നുണ്ട്. ഈ സെക്ഷൻ മൊത്തം എരുമകളാണ്. ഇതൊക്കെ കട്ടിങ്ങിന് പോണ എരുമകളാണ്. നല്ല ക്വാളിറ്റിയുള്ള എരുമകളും ഉണ്ട് 1-2. എരുമക്കുട്ടികൾ. ഇതൊരു പോത്തും കുട്ടി 45,000 രൂപയാണ് പറയണത്. അതിനുള്ളതൊന്നുമില്ല, പറയിലാണ് 45. ഇതൊരു വലിയ പോത്താണുണ്ടോ. അതൊക്കെ വേറൊരു പോത്തും കുട്ടി കണ്ടിട്ട് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള പോലെ തോന്നുന്നുണ്ട്. ഫാമിലൊക്കെ നിന്നാന്നുണ്ട്. കാരണം വെള്ള കളറൊക്കെ ആയിട്ട് കാണുന്നുണ്ട്, വെയിൽ കൊള്ളാണ്ടൊക്കെ. ഇവിടെയൊക്കെ എരുമകൾ. ഇതൊക്കെ കറവൊക്കെ വെറ്റി ഒഴിവാക്കണതാണ്. അതായത് നല്ല ജാഫ്രബാദിൻ്റെ ഒരു എരുമ. ഇതൊക്കെ ചെന പിടിക്കാണ്ടൊക്കെ ഒഴിവാക്കുന്നതാണെന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. നല്ല എരുമയാണത്. ഇതിപ്പോൾ ഇതൊക്കെ കട്ടിങ്ങിന് പോകണം. ഫുൾ എരുമകൾ കട്ടിങ്ങിന് പോകണമാണ്. പക്ഷെ ഇതൊക്കെ കണ്ടിട്ടൊരു മുറേരെ ക്വാളിറ്റിയൊക്കെ ഉള്ള എരുമയായി തോന്നുന്നുണ്ട് കണ്ടിട്ട്. പക്ഷെ അതൊന്നും ചെന പിടിക്കാതൊക്കെ പ്രസവിച്ചിട്ടൊന്നുമില്ല ഇതുവരെ. ചെന പിടിക്കാണ്ടൊക്കെ ഒഴിവാക്കുന്നതെന്ന് തോന്നുന്നുണ്ട് കേട്ടിട്ട്. ജാഫ്രബാദിയുടെ എരുമ നല്ലൊരു എരുമയാണത്. നല്ല പ്രായമുണ്ട്. പ്രായം ആയതുകൊണ്ടായിരിക്കണം അവർ ഒഴിവാക്കിയത്. ഇനി അതൊക്കെ കട്ടിങ്ങിനെ പോകുള്ളൂ. 2 ഓങ്കോളുണ്ട്. മൂരിക്കുട്ടികൾ നിൽക്കുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ളൊരു മൂരിക്കുട്ടിയാണത്. പോത്തുകളൊക്കെ ഇഷ്ടം മരുന്ന് ചന്തയിൽ വന്നിട്ടുണ്ടായിരുന്നു. നല്ല നല്ല പോത്തുകളും വലിയ പോത്തുകൾ, കുട്ടിപ്പോത്തുകളൊക്കെ ഇഷ്ടം മരുന്ന് ചന്തയിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ വിലയുണ്ട്. വില എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഇത്തിരി കൂടുതലാണെന്ന് തന്നെ പറയാം. പക്ഷെ കൂടുതലാണെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളുണ്ടായിരുന്നു. ഈ ഫാമിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ക്വാളിറ്റിയുള്ള കുട്ടികൾ ചന്തയിലുണ്ടായിരുന്നു. അപ്പോൾ അത് കുറേ നാളായിട്ട് ചന്തയിൽ അങ്ങനത്തെ കുട്ടികളൊക്കെ വരുന്നുണ്ട് കേട്ടോ. കാരണം അതെങ്ങനെയാണെന്നറിയില്ല. ഇവർ ഹരിയാന എന്നാണോ ഇവിടെ നിന്നാണെന്ന് അറിയില്ല. പക്ഷേ ക്വാളിറ്റിയുള്ള കുട്ടികൾ, മുറാന്ന് തന്നെ പറയാനില്ല, നല്ല വളരണ ക്വാളിറ്റിയുള്ള കുട്ടികൾ ഇഷ്ടംമാതിരി ചന്തയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇതാ പോണ ഒരു എരുമ നല്ലൊരു എരുമയാണ്. കറക്കണ എരുമയാണെന്നുണ്ട്. നല്ലൊരു വെള്ളെരുമ. ഈ സെക്ഷനിൽ മൊത്തം കുറേ എരുമകളെ കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ ടോപ്പിൽ പോത്തുകുട്ടി. ഇതാൻ പറഞ്ഞ വലിയൊരു പോത്ത്. 1.10 അതിന് വില പറഞ്ഞത്. ആ പോത്തൊക്കെ ഒരു 90 രൂപ കിട്ടണമായിരിക്കും. പക്ഷെ അതൊരു എന്തെങ്കിലും വയ്യായികളൊക്കെ ഉണ്ട്. പിന്നെ ചന്തയിൽ നിന്നൊക്കെ ഇങ്ങനെ വലിയ പോത്തുകളൊക്കെ എടുക്കുമ്പോൾ നോക്കിയെടുക്കണം കേട്ടോ. വലിയ പോത്തല്ല, ഏത് പോത്തിന് എടുക്കുകയാണെങ്കിലും നോക്കിയെടുക്കുക. വല്ല വയ്യായോ കാര്യങ്ങളും വല്ല കാലിനോ മുടന്തോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് നോക്കിയിട്ട് എടുക്കുക കേട്ടോ. കാരണം നമ്മളത് മേടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതിൽ വർത്താനമില്ല. അവരായിട്ട് തർക്കിക്കാൻ നിൽക്കേണ്ടി വരും. അപ്പോൾ മേടിക്കുന്നതിന് മുന്നേ, കയറ് മേടിക്കുന്നതിന് മുന്നേ ഫുൾ നോക്കുക.
ചെക്ക് ചെയ്തിട്ട് മേടിക്കുക. അതുകൊണ്ട് അത് ഫുള്ള് ഹരിയാന, ആന്ധ്ര എന്നൊക്കെ പറഞ്ഞ വലിയ വലിയ പോത്തുകൾ, നല്ല വലിയ പോത്തുകളുണ്ടാകും. വലിയ പോത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു 1000 കിലോൻ്റെ അടുത്ത്, 1000 കിലോൻ്റെ മേലേക്കൊക്കെ വെയിറ്റ് വരുന്ന പോത്തുകളാണ് അതൊക്കെ, ലൈവ് വെയിറ്റ്. ഇവിടെയൊക്കെ ഫ്രെയിമുകൾ, നല്ല നല്ല ഫ്രെയിമുകളുണ്ട്. ഇതൊക്കെ കണ്ട, അതൊക്കെ ഒരു 6 മാസം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മാറ്റമൊക്കെ കാണിക്കുക. പോത്തൊക്കെ നല്ലൊരു വലിയ ഫ്രെയിം. എത്ര വില എന്നൊന്നും ചോദിച്ചില്ല ഞാൻ, എൻ്റെ ആൾക്കാരൊന്നും അവിടെ കണ്ടില്ല. ഓങ്കോളിൻ്റെ 2 മൂരികൾ നേരത്തെ കണ്ടത്, ഒരെണ്ണം ഇത്തിരി ക്രോസാണ്, പക്ഷെ മറ്റേത് അടിപൊളി നല്ല കുട്ടിയാണ്. അതൊക്കെ മേടിച്ച് നിർത്തി കഴിഞ്ഞാൽ പെരുന്നാൾക്കൊക്കെ നല്ല വിലയ്ക്ക് പോവും. നേരം വെളുത്ത് വരണുള്ളൂ. അതാണ് ഇത്രയും കന്നുകൾ കുറവായി തോന്നണേ. ഒരു 9 മണി 10 മണിയാകുമ്പോഴേക്കൊക്കെ ചന്തയിൽ നിറയും കന്നുകൾ വന്നുകൊണ്ടിരിക്കണുള്ള കന്നുകളും വണ്ടികളൊക്കെ. അവിടെ ഒരു നല്ലൊരു എരുമക്കുട്ടീനെ കൊണ്ടുപോകുന്നുണ്ട്. നല്ലൊരു എരുമക്കുട്ടി, ക്വാളിറ്റിയുള്ള നല്ല അടിപൊളി കുട്ടിയിട്ടാണ്. അങ്ങനത്തെ കുട്ടികളൊക്കെ ചന്തയിൽ വരുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞ് ചെന്നെ പിടിച്ച് കിട്ടിയാലേ നമുക്ക് 10 രൂപ കിട്ടുള്ളൂ. കാരണം അല്ലെങ്കിൽ പിന്നെ തടി വിലയ്ക്ക് തന്നെ കൊടുക്കേണ്ടി വരും. ഇവിടെ 2 ആൾ കുത്തുകൂടുണ്ട്. ഇങ്ങനെ കെട്ടുമ്പോൾ നോക്കിയും കെട്ടിയില്ലെങ്കിൽ ഇതുപോലെ പിണഞ്ഞ് കഴിഞ്ഞാൽ അലമ്പാണ്. അത് മറ്റൊരു മൂക്കറയിൽ കൊളുത്തിയുന്നുണ്ട്. ആൾ കറക്റ്റ് സമയത്ത് വന്ന് ഇടപെട്ടത് കാരണം കുഴപ്പമില്ലാണ്ട് കഴിച്ചിലായി. ഇവിടെ എരുമക്കുട്ടീനെ ഓരോരുത്തർ കെട്ടിയിട്ടുണ്ട്. എരുമക്കുട്ടികൾ, ഇങ്ങനത്തെ നാടൻ കുട്ടികൾ, എരുമക്കുട്ടികളൊക്കെ ആവശ്യമുള്ള നാടൻ എരുമേരൊക്കെ കുട്ടികൾ, ക്രോസ് കുട്ടികളൊക്കെ ഉണ്ടാവും. പക്ഷേ എരുമക്കുട്ടികൾ ഇഷ്ടംമാതിരി വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനത്തെ കുട്ടികളൊക്കെ വേണമെങ്കിൽ ചന്തയ്ക്ക് പോരെ. പെരുമ്പിലാവ് ചന്തയിൽ എല്ലാ ചൊവ്വാഴ്ചയാണ് പെരുമ്പിലാവ് ചന്തയുള്ള. ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. നല്ല എരുമക്കുട്ടികൾ ഇതുപോലെ കണ്ടോ, നല്ല ക്വാളിറ്റിയുള്ള വലിയ പോത്തുകളും കുട്ടിപ്പോത്തുകളൊക്കെ ഉണ്ട്. വളർത്താൻ പറ്റിയ നല്ല പോത്തുകുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. അതെ, ഇതൊക്കെ ഒരു ഓങ്കോളിൻ്റെ അടിപൊളി മൂരി. ഇതാണ് ഞാൻ പറയുന്നത്, നല്ല മൂരികൾ, നല്ല ക്വാളിറ്റി ഉള്ളത്. ആ മൂരി കണ്ട, ഇത്തിരി ഡേഞ്ചറാണ്. നല്ല നല്ല മൂരികൾ. ഇതേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു മൂരി, അടിപൊളി മൂരികളൊന്നും ചന്തയിൽ വന്നിട്ടുണ്ടായിട്ടാണ്. അതുപോലെ തന്നെ പോത്തുകൾ, നല്ല ഇതുണ്ടോ നാടൻ പോത്തുകൾ, കാണുമ്പോൾ തന്നെ ഒരു കാട്ടുപോത്തിൻ്റെയൊക്കെ ഒരു ഫീലുള്ള പോത്തുകളൊക്കെ ഇഷ്ടംമാതിരി വന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ചന്തയ്ക്ക് ഇറക്കി കെട്ടണതിന് മുന്നേ നേരം വെളുത്ത കാരണം ഇത് കുറച്ച് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് ഇറക്കി കെട്ടല്ലോ കേട്ടോ. നല്ല അടിപൊളി പോത്തുകൾ. ഇങ്ങനത്തെ പോത്തുകൾക്കൊക്കെ വെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യത്തിന് ഇറച്ചി ഉണ്ടാവും. കാരണം നെയ്യൊക്കെ ഇത്തിരി കുറവായിരിക്കും. നാടന്മാരാണ്, ഇങ്ങനെ അഴിച്ചു വിട്ട് മേഞ്ഞടക്കുന്ന പോത്തുകളൊക്കെയാണ്. അവറ്റൊക്കെ ആകുമ്പോൾ നെയ്യ് ഇത്തിരി കുറയും. അപ്പോൾ കട്ടിങ്ങിൻ്റെ ആവശ്യത്തിനൊക്കെ പോത്തൊക്കെ നല്ല അടിപൊളി പോത്തുകൾ പെരുമ്പിലാവ് ചന്തയിലുണ്ട് കേട്ടോ. അതേ ഈ ഭാഗത്ത് കുറച്ച് ഉടച്ച പോത്തുകൾ നിൽക്കണം കേട്ടോ. ഫ്രെയിമുകൾ പ്രായമുണ്ട്. ശരിക്കും ഫ്രെയിമിനൊക്കെ മേടിക്കാൻ താല്പര്യം, ഇത്ര വലിയ ഫ്രെയിമുകളൊക്കെ എടുക്കാൻ താല്പര്യമാണെങ്കിൽ പ്രായം നോക്കണം കേട്ടോ. കാരണം ഇതൊക്കെ ഇനി വലുതാവില്ല, പക്ഷേ നല്ല രീതിക്ക് മീറ്റ് കയറും. ഹൈറ്റും നീളമൊന്നും വയ്ക്കാനില്ല, കാരണം പ്രായമായിട്ടുണ്ട്. പക്ഷെ നല്ല രീതിക്ക് മീറ്റ് കയറും. ആണ്ടോ, അത്യാവശ്യം നല്ല വാരിലൊക്കെ തള്ളി ഒരു അസ്ഥി കൂടായിട്ടാണ് നിൽക്കുന്നത്. അതൊക്കെ ഒരു ചെറിയ കൈത്തീറ്റ എന്ന് പറഞ്ഞാൽ വലിയ പൈസയൊന്നുമല്ല, ചെറിയൊരു കൈത്തീറ്റയും നല്ല പുല്ലും വെള്ളത്തിൽ വിട്ട് കഴിഞ്ഞാണ്ടല്ലോ നല്ല രീതിക്ക് ഇങ്ങോട്ട് കയറിപ്പോരും. ഒരു 6 മാസം കൊണ്ടൊക്കെ ശരിക്കും പറഞ്ഞൊരു കുട്ടീനെ മേടിച്ച് നോക്കണേക്കാളും ലാഭം ഒരു 6 മാസം കൊണ്ട് നമുക്ക് കിട്ടും. മേടിക്കുമ്പോൾ ഒരു 10-60 രൂപയൊക്കെ, 50-60 രൂപ റേഞ്ചൊക്കെ വരും. പക്ഷേ അത് ഒരു 6 മാസം കൊണ്ട് 1 രൂപയ്ക്ക് മേലേക്കൊക്കെ പോവാം. അപ്പോൾ ഒരു പെരുന്നാളിനൊക്കെ തൊട്ട് മുന്നേ മേടിക്കുകയാണെങ്കിൽ, ഉടച്ച പോത്തല്ല, ഉടയ്ക്കാത്ത ഫ്രെയിമുകളുണ്ട് ഇതുപോലത്തെ, അങ്ങനത്തെ പോത്തുകളൊക്കെ മേടിക്കുകയാണെങ്കിൽ നല്ല വില കിട്ടും. ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടികളൊക്കെ മേടിച്ച് നമ്മൾ നോക്കി വലുതാക്കി വിൽക്കണേക്കാളും നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതുപോലെ വലിയ വലിയ ഫ്രെയിമുകളെ മേടിക്കുന്നത്. പക്ഷേ വലിയ ഫ്രെയിമുകളെ മേടിക്കുമ്പോൾ അതിൻ്റേതായ നെഗറ്റീവ് വശങ്ങളൊക്കെ ഉണ്ട്. കാരണം നമ്മൾ ഓടിച്ചെന്നൊരു വലിയ ഫ്രെയിമിനെ മേടിച്ച് അത് നമ്മുടെ കയ്യിൽ വന്ന് ഒരു മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞൊന്നും അത്യാവശ്യം ആരോഗ്യമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ സ്വഭാവങ്ങളൊക്കെ മാറ്റം വരും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ പിടിച്ചാൽ നിൽക്കില്ല, നോക്കാൻ പറ്റില്ല, വെട്ടൽ കുത്തലൊക്കെ തുടങ്ങും. അങ്ങനത്തെ ഒരു കേസ് കേട്ട് കൂടി ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം. അതിന് എങ്ങനെ വന്നാലും നോക്കാം എന്ന് കഴിവുള്ളൊരു അവിടെ പോയി എടുത്താൽ മതി വലിയ ഫ്രെയിമുകളുടെ. കാരണം അല്ലാണ്ട് അത് കൊണ്ടുപോയി 4 ദിവസം കഴിഞ്ഞിട്ട് നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വിലയൊന്നും കിട്ടില്ല. ഇത് കണ്ടത് ഞാൻ പറഞ്ഞ ഫ്രെയിം, അതിൻ്റെ ബാക്ക് ചെറുതായിട്ടൊരു സീനായി നിൽക്കുന്നുണ്ട്. അത് ഈ വണ്ടിയിൽ കൊണ്ടുവന്നിട്ട് ഉറഞ്ഞ് പൊട്ടിയിട്ടൊക്കെയാണ്.
പക്ഷെ അത് കുഴപ്പം നല്ലൊരു ഫ്രെയിമാണ്, വലിയൊരു ഫ്രെയിം. അതുപോലത്തെ കുറേ ചന്തകളിൽ വരുന്നുണ്ട് കേട്ടോ, ഇങ്ങനത്തെ വലിയ ഫ്രെയിമുകൾ, ഉടച്ചതും ഉടയ്ക്കാത്തതൊക്കെ പെരുമ്പിലാവ് ചന്തയിൽ ഇഷ്ടംമാതിരി വരുന്നുണ്ട്. നമ്മൾ അടുത്ത വട്ടത്തെ നമ്മുടെ ഒരു പ്ലാൻ അതാണ്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള പോത്തിനെയും എരുമേനെയും കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനത്തെ ഒരു വലിയൊരു ഫ്രെയിമിന് എടുക്കാനാണ്, ഒന്നല്ലെങ്കിൽ 2 എടുക്കാനാണ് പ്ലാൻ. കാരണം നമുക്ക് അങ്ങനത്തെ വലിയ പോത്തുകളായാലും സീനില്ല, ഇത്തിരി പ്രശ്നമുള്ളതാണെങ്കിലും സീനില്ല. കാരണം ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള പോത്തുമുട്ടി എന്ന് പറയുകയാണെങ്കിൽ അവ ഇത്തിരി ഡേഞ്ചറാണ്. അവ ഇത്തിരി നമ്മൾ അല്ലാണ്ട് വേറൊരാളെ അടുപ്പിക്കില്ല, ഒരാളെ നോക്കിയില്ലെങ്കിൽ അപ്പോൾ കലകും. അങ്ങനത്തെ ഒരു സ്വഭാവം, ഡേഞ്ചർ സ്വഭാവമുള്ളൊരു മനുഷ്യനാണ് അവൻ. അപ്പോൾ അവനെ 2 കയറക്കിയിട്ടാണ് പതുക്കെ നമ്മൾ പുറത്തൊക്കെ ഇറക്കണത്. സംഭവം ഇത്തിരി റിസ്ക്കാണ്, നമ്മളില്ലെങ്കിൽ വീട്ടുകാരൊക്കെ പെട്ടുപോകും. പക്ഷെ അത് അവൻ അങ്ങനെ ആയിപ്പോയി സ്വഭാവം. സാധാരണ മുറ ക്രോസൊന്നും അങ്ങനത്തെ ഒരു ഇതിലേക്ക് വരാറില്ല, നമ്മൾ ഫാമിൽ നിന്ന് എടുത്താണ്. പക്ഷെ അവൻ ആ റേഞ്ചിലേക്ക് വന്നു. അപ്പോൾ വലിയ ഫ്രെയിമുകൾ എടുക്കുമ്പോൾ നോക്കിയെടുക്കുക. ഇതാ കുട്ടികളൊന്നും കുഴപ്പമില്ലാത്ത കുട്ടികളാണ് കേട്ടോ, ഇതാ നിൽക്കണ 3 വലിയ ഫ്രെയിമുകളൊക്കെ എടുക്കുമ്പോഴേ പറഞ്ഞു വന്നത്, വലിയ ഫ്രെയിം എടുക്കുമ്പോൾ നോക്കിയെടുക്കുക. കാരണം അത് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഭാഗ്യം പോലെ നല്ല പോത്തുകളായിരിക്കാം. പക്ഷേ ചിലതിൻ്റെയൊക്കെ സ്വഭാവം പെട്ടെന്ന് മാറും. ഒന്ന് ശരീരത്തിലൊക്കെ ഇത്തിരി എറിച്ച് പിടിച്ച് കഴിയുമ്പോൾ അവറ്റുള്ള ഒരു ആരോഗ്യം കിട്ടി കഴിഞ്ഞാലേ ഒരു സ്വഭാവത്തിൽ നല്ല വ്യത്യാസങ്ങൾ കാണിക്കും. ഒരു ഇതെല്ലാ പോത്തുകളും അതിൽ 1-2 ചിലപ്പോൾ കുഴപ്പമില്ലാണ്ട് നല്ലതായിട്ട് കിട്ടും. പക്ഷേ സ്വഭാവമൊക്കെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്നും കാശ് ചിലവായിരിക്കും. കാരണം ഓരോ അംഗം പൊട്ടോളം ഒപ്പിച്ചിട്ടേ. അപ്പോൾ അങ്ങനത്തെ പോത്തുകളൊക്കെ നോക്കിയെടുക്കുക. അങ്ങനെയൊക്കെ കൊണ്ടുനടക്കാൻ പറ്റാത്തവരാണെങ്കിൽ കൊച്ചുകുട്ടികൾ എടുക്കുന്നതിനായിരിക്കും നല്ലത്. കൊച്ചുകുട്ടി എന്ന് പറയുന്നത് ഒരു 150-200 കിലോ ലൈവ് വെയിറ്റ് വരുന്ന കുട്ടികളാണ് ഉണ്ടാവില്ല. തീരെ പൊടിക്കുട്ടികളല്ല. തീരെ പൊടിക്കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൈസ കുറവ് നോക്കിയിട്ട് എപ്പോഴും ചെറിയ കുട്ടികളെ പോയി എടുക്കുമ്പോൾ അതൊരു ശരിക്കും പറഞ്ഞാൽ 2 കൊല്ലമൊക്കെ നോക്കേണ്ടി വരും. കാരണം ഒരു 6-7 മാസം കഴിഞ്ഞാൽ അതൊന്നൊരു കേട് മാറി തെളിഞ്ഞ് കിട്ടുള്ളൂ. പിന്നെ ഒരു 1.5 കൊല്ലം നോക്കിയാലേ നമ്മൾ വിചാരിച്ചൊരു ലാഭത്തേക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ നമ്മുടെ കയ്യിൽ നിന്നൊക്കെ നല്ല രീതിക്ക് കൈത്തീറ്റയുടെ പൈസയൊക്കെ ചിലവ് വരും. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു വലിയ ലാഭമൊന്നും കിട്ടാനില്ല. അപ്പോൾ അത്യാവശ്യം ഒരു 150-200 ലൈവ് വെയിറ്റൊക്കെ ഉള്ള കുട്ടികളൊക്കെ എടുക്കുക. ചന്തയിൽ നിന്നായാലും ഫാമിൽ നിന്നായാലും എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. നല്ല വളരുന്ന കുട്ടികളെ നോക്കിയെടുക്കുക. അതാകുമ്പോൾ പിന്നെ ഒരു കൊല്ലം കഷ്ടിയൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിക്ക് കയറിപ്പോരും. അത്യാവശ്യം 10 രൂപ കയ്യിൽ കിട്ടുകയും ചെയ്യും നമ്മുടെ ചിലവുകളൊക്കെ കഴിച്ചിട്ട്. അതൊക്കെ അത്യാവശ്യം മീറ്റൊക്കെ കയറിയിട്ടുള്ള കട്ടിങ്ങിന് വരുന്ന പോത്തുകളുണ്ട്. അതൊക്കെ ഇതൊന്നും അങ്ങനെ അധികം ഇനി വളർത്താനൊന്നും കൊണ്ടുപോയില്ല. അത്യാവശ്യം മീറ്റ് കയറിയിട്ടുണ്ട്. അതൊക്കെ 55-60-70 വില പറയുന്ന പോത്തുകുട്ടികളാണത്. കുട്ടികളല്ല, അത്യാവശ്യം വലിപ്പം പ്രായമൊക്കെ ഉണ്ട്. 2-3 വയസ്സൊക്കെ കഷ്ടി ഉണ്ടാവണം ഏറ്റവും. അങ്ങനത്തെ പോത്തുകളെ സെക്ഷനാണ് ഇതൊക്കെ പോണത്. ഇതൊക്കെ വരണുള്ളൂ കേട്ടോ ചന്തയ്ക്ക്. ഈ നേരം വെളുത്ത് ഞാൻ പറഞ്ഞില്ലേ, കന്നുകൾ വന്നുകൊണ്ടിരിക്കണുള്ളൂ. ഈ സെക്ഷനിൽ നിൽക്കുന്ന കുറേ എരുമകളാണ് കേട്ടോ, നാടൻ എരുമകൾ. ഇതൊക്കെ വളർത്താനൊക്കെ ആൾക്കാർ മേടിച്ച് കൊണ്ടുപോകണമെങ്കിൽ നാടൻ എരുമകളൊക്കെ പ്രത്യേകം നോക്കുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ മേടിച്ച് കൊണ്ടുപോകുന്നുണ്ട്. ഒരു വലിയ പോത്ത് പോകുന്നുണ്ട്. ഓങ്കോളുടെ കുട്ടികൾ വലിയ കുട്ടികളല്ല, അത് അത്യാവശ്യം ചെറിയൊരു കുട്ടികളാണ്. ഒരു 10-300-400 ലൈവ് വെയിറ്റ് വരുന്ന കാളക്കുട്ടികളാണ് ഓങ്കോളിൻ്റെ. പോത്തുകൾ എരുമകളൊക്കെ ഇഷ്ടംമാതിരിയുണ്ട്. പെരുമ്പിലാവ് ചന്തയിൽ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഇത്ര അധികം കന്നുകൾ വരുന്ന ചന്ത പെരുമ്പിലാവ് ചന്തയായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം വാണിയംകുളം ചന്തയിലും കുഴമന്തൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ കന്നുകൾ, അത് പോത്തുകുട്ടിയായാലും കാളകളായാലും പശു ആയാലും ഇത്രയധികം ഇതുണ്ട്. കുട്ടികളുടെ ക്വാളിറ്റിയൊക്കെ കണ്ട നല്ല അടിപൊളി കുട്ടികളുണ്ട് ഈ കൂട്ടത്തിലൊക്കെ. ഈ കുട്ടിയും അതിൻ്റെ അപ്പുറത്തെ കുട്ടിയൊക്കെ നല്ല ക്വാളിറ്റിയുള്ള കുട്ടികൾ. ഈ സെക്ഷനിലൊക്കെ നിൽക്കുന്ന കുട്ടികൾ ഒരെണ്ണത്തിനെ കുറ്റം പറയാനില്ല. കാരണം അത്രയും നല്ല കുട്ടികളാണ്. വിലയുണ്ട് കേട്ടോ. 30, 32, 33, 35 അങ്ങനെയൊക്കെ റേഞ്ച് വരുന്ന കുട്ടികളാണ്ടത്. അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് കുറവുള്ളതുണ്ട്, ചെറിയ കുട്ടികളുണ്ട്. കുട്ടികൾ വിലയുണ്ടെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി കുട്ടികൾ. ഒരു കുറ്റം കുറവൊന്നും പറയാൻ പറ്റാതെ ഈ കുട്ടിയൊക്കെ ഉണ്ടോ. ഇതൊക്കെ കുറച്ചൊരു ചെറിയ കുട്ടികളാണ്. ഒരു 20, 22, 19, 20 ആ റേഞ്ചൊക്കെ പറഞ്ഞ കുട്ടികൾ, ചെറിയ കുട്ടികളൊക്കെ ഉണ്ട് കൂട്ടത്തിൽ. ഇത് നേരത്തെ കണ്ട കുട്ടികൾ, വലിയ കുട്ടികൾ കണ്ടത്. ആ കുട്ടിയുടെ ഹെഡൊക്കെ കണ്ട, ഹെഡും അതിൻ്റെ കൊമ്പിൻ്റെ ഒരു ഷേപ്പും നല്ല ഹോട്ടലിൽ നിങ്ങളൊക്കെ ഉള്ള നല്ല അടിപൊളി കുട്ടികളുണ്ട്. അത് ഒരു കുറ്റം പറയാനില്ല. നല്ല ക്വാളിറ്റിയുള്ള കുട്ടികൾ. വിലയുണ്ട്, അതിനനുസരിച്ച് ക്വാളിറ്റി ഉണ്ട്. ഫാമിലൊക്കെ കുട്ടികൾ, അതായത് ഈ 3 കുട്ടികളും
ഫാമിലൊക്കെ കിട്ടുന്ന അതേ ക്വാളിറ്റിയുള്ള കുട്ടികൾ. നമ്മളിവിടെ തന്നെ ചന്തയിൽ തന്നെ മേടിക്കണമെന്നൊന്നും പറയില്ല. ക്വാളിറ്റിയുള്ള കുട്ടികൾ ഞാൻ പറയാറുണ്ട്, എവിടെ നിന്ന് കിട്ടുകയാണെങ്കിലും വില കുറവിന് കിട്ടുകയാണെങ്കിൽ മേടിക്കുക. വില കുറവിന് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ നോക്കി മേടിക്കുക. നല്ല കുട്ടിയാണോ, ഈ കുട്ടികളൊക്കെ ഉണ്ടോ നല്ല ക്വാളിറ്റി, ഒരു കുറ്റവും കുറവും പറയാനില്ല, അത്രയും നല്ല ക്വാളിറ്റിയുള്ള കുട്ടികൾ. ഈ കുട്ടി അതിൻ്റെ ആ 3 നല്ല കുട്ടികളാണ്. നല്ല ഹെഡും നല്ല ചെവിയുടെ വലിപ്പമൊക്കെ കണ്ട. അതുപോലെ തന്നെ ഉടൽ നീളമുണ്ട്, പ്രായത്തിനൊത്ത ഉടൽ നീളം ഒക്കെ ഉണ്ട്. അതിന് ബാക്കിൽ നിൽക്കുന്നതൊക്കെ ചെറിയ കുട്ടികളൊക്കെ ഇത്തിരി ചെറിയ കുട്ടികളാണ് കേട്ടോ. അതൊരു 100 കിലോൻ്റെ ഒക്കെ താഴെ ലൈവ് വെയിറ്റുള്ള കുട്ടികളാണ് ബാക്കിൽ നിൽക്കുന്നത്. ഇതിവിടെയൊക്കെ ആ കുട്ടിയുണ്ട്, ആ കല്ലിൻ്റെ തൊട്ടപ്പുറത്ത് കെട്ടിക്കുന്ന കുട്ടി, അപ്പോൾ അടിപൊളി നല്ലൊരു എന്നിട്ട് പറയുക പക്ക മുറാന്നൊന്നും പറയുന്നില്ല, പക്ഷെ നല്ല അതേ മുറയുടെ ക്വാളിറ്റി ഉള്ള അതേ ക്വാളിറ്റിയുള്ള നല്ല കുട്ടികൾ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മേടിക്കാണ്ട് പോകാൻ തോന്നില്ല, അത്രയും നല്ല കുട്ടികൾ ചന്തയിൽ വന്നിട്ടുണ്ട്. പലരും അങ്ങനെ തന്നെയാണ്, കാണാൻ വന്നിട്ട് അവർ മേടിച്ചിട്ടൊക്കെ പോണ ആൾക്കാരുണ്ട്. അതുപോലത്തെ കുട്ടികളാണ്. അതായത് ആ കുട്ടീനെ കണ്ട, ആ കുട്ടിയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 കൊല്ലം ഒരു 1.5 കൊല്ലം നിർത്തി കഴിഞ്ഞുണ്ടല്ലോ, അതൊരു വേറെ രീതിയിൽ വലുതാവും അത്. കാരണം അത്ര നല്ല കുട്ടികൾ ഉണ്ട്. ഈ കുട്ടികളൊക്കെ കണ്ടത്, ഈ കുട്ടിയെ നമ്മൾ നേരത്തെ കണ്ടത് ഫ്രണ്ടിൽ വെച്ചിട്ട് കണ്ടത്, അതൊരു ബാക്കിൽ നിന്നുള്ള വ്യൂ ആണ്. അതിൻ്റെ ക്വാളിറ്റി നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ടാൽ മനസ്സിലാവും, അത്രയും നല്ല കുട്ടികൾ. ഇത് 20 എന്നൊക്കെ എഴുതിയ കുട്ടിയുണ്ട. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ കുട്ടികൾ. നല്ല രീതിക്ക് മാറ്റം കാണിക്കട്ടെ. ഇവരൊക്കെ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-3 മാസം നമ്മുടെ കയ്യിൽ നിന്ന് നല്ല രീതിക്ക് പുല്ലും വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് മാറ്റം കാണിക്കും. അവിടെയൊക്കെ വലിയ വലിയ പോത്തുകൾ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. നല്ല വലിയ പോത്തുകൾ വരുന്നുണ്ട്. ഇതൊക്കെ കുറച്ചുകൂടി വലുതാവും കേട്ടോ, അതൊക്കെ ഈ പോത്തൊക്കെ. കാരണം അതൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഇനിയും കുറച്ചുകൂടി മീറ്റൊക്കെ കയറാണ്ടത്. വില വരും ഇതിനൊക്കെ. ഇതിപ്പോൾ ആൾക്കാരൊക്കെ കട്ടിങ്ങിനൊക്കെ മേടിച്ചു കൊണ്ടുപോകണ അതിൻ്റെ ആവശ്യത്തിനൊക്കെയാണ് കൊണ്ടുവന്നേക്കണത്. ഭാഗത്തൊക്കെ അതേ വലിയ വലിയ പോത്തുകൾ, ഫ്രെയിമുകൾ, കുട്ടികൾ ഒരു 38-40 രൂപ വില ചോദിക്കണ അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ അതൊക്കെ. ഇവിടെയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ കുട്ടികൾ, ചെറിയ കുട്ടികൾ 20 രൂപ, 17, 19, 22 വരെയൊക്കെയുള്ള വിലയുള്ള കുട്ടികളൊക്കെ ഈ സൈഡിൽ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ വിലയാണ്. 22 രൂപ എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം വിലയായി, പക്ഷേ ക്വാളിറ്റി ഉണ്ടോ കുട്ടികളുടെ. അത് നമുക്ക് വില പേശി അത്യാവശ്യം കുറച്ചൊരു 3 രൂപ എന്നൊക്കെ കുറഞ്ഞ് കിട്ടും ഈ കുട്ടികൾക്കൊക്കെ. പക്ഷെ ക്വാളിറ്റി ഉണ്ട്, നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ ഇങ്ങനത്തെ കുട്ടികളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ വില കുറവെന്ന് പറയാൻ പറ്റില്ല. വന്ന് വില പേശി മേടിക്കാൻ കഴിവുണ്ടെങ്കിൽ ചന്തയിൽ നിന്ന് മേടിക്കുന്നതാണ് നല്ലതെന്ന് തോന്നണം, എനിക്ക് തോന്നുന്നത്. പലരുടെ അഭിപ്രായം വ്യത്യാസമായിരിക്കും. ഫാമിൽ നിന്ന് എടുക്കുന്ന തോന്നുന്നവരുണ്ടാവാം. വില കുറവിന് കിട്ടുകയാണെങ്കിൽ എവിടെ നിന്ന് എടുത്താലും കുഴപ്പമില്ല. നമുക്ക് ഈ സാധനം വളർത്താന്ന് പറഞ്ഞാൽ 10 രൂപ ലാഭം കിട്ടണം. അതിപ്പോൾ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് തീറ്റയും കൊടുത്തിട്ട് കയ്യിൽ നിന്ന് കാശ് പോയിട്ട് കാര്യമില്ല. പക്ഷേ നമുക്ക് 10 രൂപ കിട്ടണം ലാഭം. അത് കുറച്ച് കൂടുതൽ കിട്ടിയാൽ അത്ര നല്ലത്. അപ്പോൾ അങ്ങനത്തെ കുട്ടികളൊക്കെ നോക്കി മേടിക്കുക. അല്ലാണ്ട് എന്നിട്ട് പറയുക ഒരു 40 രൂപ 30 രൂപ 40 രൂപ കൊടുത്തൊരു കുട്ടീനെ മേടിച്ചിട്ട് ഒരു കൊല്ലം നോക്കിയിട്ട് 10,000 രൂപ 5,000 രൂപ ലാഭം കിട്ടിയിട്ടൊന്നും അതിൻ്റെ പിന്നാലെ കിടന്ന് നടക്കണതിന് തന്നെ മുതലാവില്ല. ഈ ഭാഗത്തൊക്കെ കുറേ കുട്ടികളുണ്ട് കേട്ടോ. അതിലൊക്കെ നല്ല കുട്ടികളുണ്ട്. നേരത്തെ കാണിച്ച കൂട്ടത്തിന് അത്രയും ഇതല്ലെങ്കിലും 1-2 നല്ല കുട്ടികളൊക്കെ ഉണ്ട് ഇതിൽ. ബാക്കി കുട്ടികൾ തീരെ മോശം എന്നല്ല പറയണം കേട്ടോ. പെട്ടെന്ന് കയറില്ലേ ചില കുട്ടികളൊക്കെ നമ്മൾ മേടിച്ചിട്ടുമ്പോൾ കണ്ടല്ലോ, ഒരു 2-3 മാസം കൊണ്ട് അവർ ഭയങ്കര രീതിയിൽ മാറ്റം കാണിക്കും. അങ്ങനത്തെ കുട്ടികളെയാണ് ഞാൻ നല്ല കുട്ടികളെന്നൊക്കെ പറയുന്നത് കേട്ടോ. അല്ലാണ്ട് ബാക്കിയുള്ള കുട്ടികൾ മോശം 1-2 നല്ലതെന്ന് ഉദ്ദേശിച്ചത് അങ്ങനത്തെ ഒരു നല്ലതല്ല. എല്ലാ കുട്ടികളും വളരുന്ന കുട്ടികൾ തന്നെയാണ്. പക്ഷേ പെട്ടെന്ന് വളർച്ച കാണിക്കണം. നമുക്കൊരു വളർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ ലാഭം. ഇതാ കുട്ടിയൊക്കെ ഉണ്ട്, അതാ ഒരു ഹെഡ് കാണുന്ന കുട്ടിയുണ്ട്, അതൊരു നല്ല കുട്ടിയാണ്. അതിൻ്റെ 2 കുട്ടി അപ്പുറത്തൊക്കെ നല്ല കുട്ടികളുണ്ട്, ചെറിയ കുട്ടികളുണ്ട് കേട്ടോ. അറ്റത്ത് നിൽക്കുന്ന കുട്ടിയൊക്കെ അതിൻ്റെ ഹെഡും അവരൊരു ശരീരപ്രകൃതി തന്നെ കാണുമ്പോൾ, സ്ട്രക്ചർ തന്നെ കാണുമ്പോൾ നമുക്കറിയാം നല്ല കുട്ടികളെ. നല്ല ഹൈറ്റ് ഉടൽ നീളവും നല്ല നല്ല കുട്ടികളാണ്. ഭാഗത്തൊക്കെ പശുക്കൾ, നാടൻ പശുക്കൾ, ഇതൊക്കെ ഒരു നാടൻ പശുക്കളാണ്. അത് ഏതാ എന്നൊന്നും അറിയില്ല.
നമ്മുടെ അവിടെയൊക്കെ തോട്ട പശുക്കളെന്ന് പറയാം. കാരണം റബ്ബറും തോട്ടമൊക്കെ ആയതുകൊണ്ട് അങ്ങനത്തെ തോട്ടത്തിൽ അഴിച്ചു പറഞ്ഞ പശുക്കളാണ് ആ പോയതൊക്കെ. ഇതൊക്കെ ഒരു തമിഴ്നാട്ടിൽ നിന്നൊക്കെ പറഞ്ഞ പശുക്കളാണ്. ഒരു മൂത്തറവ് പശുക്കളെന്നൊക്കെ പറയും. ഒരു പ്രസവമൊക്കെ കഴിഞ്ഞ് ചിലതിനൊക്കെ ശനി ഉണ്ടാവും, എന്നാലും ഒരു 4-5 ലിറ്ററൊക്കെ പാല് കിട്ടണ കഷ്ടി കിട്ടണ പൈക്കളൊക്കെ. ഇങ്ങനത്തെ പൈക്കളൊക്കെ കൊണ്ടുപോയിട്ട് കുത്തിവെച്ച് ചെന പിടിപ്പിച്ച് നല്ല രീതിക്ക് വിൽക്കണ കച്ചവടക്കാരും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരും ഉണ്ട്. ഇതൊക്കെ ഇത്തിരി കൂടി പാല് കൂടി ടൈപ്പ് പൈക്കളാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് HF ജേഴ്സി ഒക്കെ ഉണ്ട്. മുട്ടപ്പശുക്കളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതാണ്. നല്ല പൈക്കളുണ്ട്. ഇതൊക്കെ നോക്കി മേടിക്കുകയാണെങ്കിൽ 10 രൂപ ലാഭം കിട്ടുന്ന പൈക്കളൊക്കെയാണ്. അതുപോലെ പൈൻകുട്ടികൾ, നല്ല ക്വാളിറ്റിയുള്ള കുട്ടികൾ, മൂരിക്കുട്ടികളൊക്കെ ഉണ്ട് ഈ ഭാഗത്തൊക്കെ. ഇതൊക്കെ തടിക്ക് കട്ടിങ്ങിന് പോണ പശുക്കൾ, മൂരികളൊക്കെയാണ്. വണ്ടിയൊക്കെ വലിച്ച് ചക്കാട്ടാനൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് മൂരികളൊക്കെയാണ് കേട്ടോ. ഉടച്ച മൂരികളൊക്കെ പശുക്കളൊക്കെ ഇന്ത്യയിൽ. ഇതൊക്കെ കട്ടിങ്ങിന് പോയി. ഇതൊന്നും വളർത്താൻ ഉപയോഗിക്കില്ല, കാരണം മെച്ചമില്ല, വളർത്തിയിട്ടൊന്നും അങ്ങനെ കാര്യമില്ല. ഇതൊക്കെ ഫുൾ കട്ടിങ്ങിന് പോണതാണ്. ഇതെവിടെ എരുമ. ഇത് നമ്മളൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇവർ രണ്ടാളുടെയും ഗിറിൻ്റെ 2 മൂരികൾ. വണ്ടിക്കാളകളൊക്കെ ഇഷ്ടംമാതിരി വന്നിട്ടുണ്ടോ. വണ്ടിക്കാളെന്ന് പറഞ്ഞാൽ വണ്ടി വലിക്കാനല്ല, ഇതൊക്കെ ഇനിയും കഴിഞ്ഞു. ഇതൊക്കെ ഇനി ഫുൾ കട്ടിങ്ങിന് പോണ കാളകളാണ്. ഹള്ളിക്കറിൻ്റെയൊക്കെ ഇനത്തിൽപ്പെട്ട പശുക്കളൊക്കെ. കറവ പശുക്കൾ ഞാൻ പറഞ്ഞില്ലേ, ഇഷ്ടംമാതിരി കറവ പശുക്കൾ വന്നിട്ടുണ്ടായിരുന്നു ചന്തയിൽ. ചെനയുള്ളതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ചെനയൊന്നും നമ്മളൊന്നും നോക്കണ്ട. നമ്മൾ കണ്ടിട്ട് പശുവിൻ്റെ മതിപ്പുള്ള വിലയ്ക്ക് മേടിക്കും. കണ്ടിട്ട് എത്ര തോന്നും പാലൊക്കെ, അവർ പറയണതൊന്നും നമ്മളൊരു വിലയ്ക്ക് എടുക്കരുത്. കാരണം അവരുടെ കച്ചവടത്തിന് വേണ്ടി വില കൂട്ടിയൊക്കെ പറയും. ഹല്ലിക്കറിൻ്റെ കാളക്കുട്ടി, പൈൻകുട്ടികൾ, പൈക്കളൊക്കെ ഇഷ്ടംമാതിരി. മൂരിക്കുട്ടികളൊക്കെ ഒരു പറയാൻ അത്രയും പെരുത്ത് മൂരിക്കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ നമ്മൾ വീഡിയോയിൽ കൊള്ളിക്കാൻ പറ്റില്ല. ഒക്കെ തിക്കി നിൽക്കണം. നമുക്ക് വീഡിയോ എടുക്കാൻ തന്നെ ഒരു സൗകര്യമില്ല. അത്രയും തിക്കിലാണ് കന്നോള് വന്നിരിക്കണത്. മൂരിക്കുട്ടികളും പൈൻകുട്ടികളൊക്കെ. ഇതൊക്കെ ഗിറിൻ്റെ ക്രോസൊക്കെ ആയിട്ടാണ്. നല്ല മൂരിക്കുട്ടികൾ, പൈക്കിൾ വേണ്ട. ചെറുകിട പാർട്ടിക്കാർക്കൊക്കെ പറ്റിയ ഒരു 5-6 ലിറ്ററൊക്കെ ഒരു നേരം കിട്ടണ പൈക്കിളൊക്കെ ഇന്ത്യയിൽ. ഇതൊക്കെ ചെനയുള്ള പൈക്കിളാണെന്ന് പറഞ്ഞത്. അതൊന്നും എത്രത്തോളം വിശ്വസനീയമാണെന്ന് അറിയില്ല. എന്നാലും നമ്മൾ കണ്ടിട്ടൊരു പൈനൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം വളർത്തുന്നവർക്ക് അറിയാം അതെന്തോരം ഉണ്ടാവുന്നു. ഇതെവിടെ എരുമ കുട്ടിയും. 65 രൂപ രണ്ടിനോട് പറഞ്ഞു. ചെറിയ എരുമയാണ്, പക്ഷെ കുട്ടിയൊക്കെ ഉണ്ട്. 65 രൂപയാണ് വില പറഞ്ഞത്. അപ്പോൾ ഈ ആഴ്ചത്തെ പെരുമ്പലാവത്തെ ചന്തത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അടുത്ത ചന്തയുടെ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ചന്തയുടെ വീഡിയോ ആയിട്ട് വരാം. ഓക്കേ.